മൂത്രത്തിൽ കൂടെ രക്തം പോവുകയാണെങ്കിൽ നമ്മൾ വളരെ കാര്യമായിട്ട് എടുക്കണം. അതിൻ്റെ കാരണം ഇത് പല വലിയ അസുഖത്തിൻ്റെ ഒരു രോഗലക്ഷണമായി കാണാറുണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്നതിൻ്റെ കാരണം നമ്മളൊരു ജാഗ്രത വേണമെന്നേ ഉള്ളൂ. പക്ഷേ ഇതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട, എന്താണെന്നുള്ളതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. സാധാരണയായി ഇപ്പം എന്തെങ്കിലും ഒരു നേരത്തെ ഒരു അസുഖമുള്ള ഒരാളിന്, ഉദാഹരണമായിട്ട് ഒരു സ്റ്റോണുണ്ട്, ആ സ്റ്റോണുള്ള ആൾ ചിലപ്പോൾ ശരീരം ഇളകുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കളികൾക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ചെറിയ രക്തം പോയെന്നിരിക്കാം. പക്ഷേ അത് നമ്മളത്ര ഈ കല്ലുകൊണ്ട് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് മറ്റൊരു രോഗമില്ല, നമ്മുടെ ശരീരത്തിൽ രോഗമില്ല, വേറെ രോഗലക്ഷണങ്ങളൊന്നുമില്ല. പെയിൻലെസ് ഹെമച്യൂറിയ, അതായത് ഒരു വേദനയും ഇല്ലാതെ മൂത്രം ഒഴിച്ചപ്പം എപ്പോഴെങ്കിലും ഒരു സമയത്ത് രാവിലെ മൂത്രം ഒഴിച്ചപ്പോൾ അതിൽ കൂടി രക്തം കണ്ടു. ആ രക്തം കണ്ടതിനകത്ത് ചിലപ്പം വെറും ഈ ഇറച്ചി കഴുകിയ പോലുള്ള വെള്ളമായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ചെറിയ ക്ലോട്ടുകൾ ഉണ്ടാകാം, രക്തത്തിൻ്റെ കട്ട പോലെ വരാം, മാംസ കഷ്ണം പോലെ നമുക്കത് വെളിയിൽ നോക്കുമ്പോൾ കാണാം. പക്ഷേ ഇങ്ങനെ ഒരു അസുഖം എപ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത് നമ്മൾ നിസ്സാരമായിട്ട് കണക്കെടുക്കരുത്. ഇത് വലിയൊരു അസുഖത്തിൻ്റെ ഒരു തുടക്കം എന്നുള്ള ഒരു രോഗലക്ഷണമാകാം.